നമസ്കാരം. അതെ, ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ച് മതിയാകും. അത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ആകില്ല. ഈ വിഷയത്തിൽ ഉറച്ച തീരുമാനവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിന്റെ ഭാഗമായി സൗദിയിൽ ചർച്ചയ്ക്കായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് US-ഉം റഷ്യയും. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ചുവടുമാറ്റവുമായി അമേരിക്ക മുന്നിൽ തന്നെയുണ്ട്. ചർച്ചകളുടെ ഭാഗമായി ഉന്നത US ഉദ്യോഗസ്ഥർ സൗദി അറേബ്യയിൽ റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇക്കാര്യം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയിലോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലോ പങ്കെടുക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ക്ഷണിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ വെച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയ യുക്രൈനി പ്രസിഡന്റ് സെലൻസ്കിയും തങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ചർച്ചകൾക്ക് ഉക്രൈൻ ക്ഷണിച്ചിട്ടില്ലെന്നും തന്ത്രപരമായ പങ്കാളികളുമായി ആലോചിക്കുന്നതിന് മുമ്പ് റഷ്യയുമായി കീവ് ചർച്ചകൾ ഏർപ്പെടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ്, വൈറ്റ് ഹൌസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്സ്കോഫ് എന്നിവർ സൗദി അറേബ്യയിലേക്ക് പോകുമെന്ന് US പ്രതിനിധി മൈക്കൽ മക്കോൾ പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള ഏതൊക്കെ ഉന്നതന്മാരാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സൗദി അറേബ്യയിൽ US-ഉം റഷ്യൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ആസൂത്രിത ചർച്ചകൾക്ക് പദ്ധതിയുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. എന്നാൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. 3 വർഷത്തോളമായി നീളുന്ന യുദ്ധത്തിൽ ഇരു വിഭാഗങ്ങളും കൂടുതലായി ഉക്രൈൻ ആൾനാശം ഉൾപ്പെടെ നേരിടുന്ന സാഹചര്യത്തിലാണ് സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നത്. 2ാം തവണയും അധികാരത്തിലെത്തിയ ട്രംപ് ഉക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന തന്റെ നിലപാട് ആവർത്തിച്ച് പറയുകയാണ്. അടുത്തിടെ അദ്ദേഹം പുടിനോടും സെലൻസ്കിയോടും ഇക്കാര്യത്തിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നുവെന്നും വ്യക്തമാക്കി. ഇതോടെ ഉക്രൈൻ യുദ്ധം അനിവാര്യമായ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതിനിടയിൽ ഇന്നലെ US സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോ തന്റെ റഷ്യൻ എതിരാളിയായ സെർജി ലാവറുമായി ചർച്ച നടത്തിയിരുന്നു. പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുവാൻ അവർ സ്ഥിരമായി ഏർപ്പെടാൻ സമ്മതിച്ചതായും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പിന്നീട് അറിയിച്ചു. ഇത് നടന്നാൽ ട്രംപിന് അത് നേട്ടമാകും. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റഷ്യയുമായി നയതന്ത്ര ബന്ധം ഊർജിതമാകുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.